നന്മയായ സകലതും അങ്ങയുടെ
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ നാമത്തോടുള്ള സ്നേഹം നിറയ്ക്കുന്നതാണ്. ആധ്യാത്മിക വളർച്ചയാൽ നല്ലവരെല്ലാം ഞങ്ങളെ പരിപോഷിപ്പിക്കുവാനും പരിപോഷിപ്പിച്ചവ ജാഗ്രതയോടെയുള്ള പഠനത്താൽ കാത്തുപാലിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചുവാണ് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുന്നു. താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. പത്രോസ് അവരെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കരുതട്ടെ, കർത്താവ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കുന്നു. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകും. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തുകൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോട് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം. കർത്താവിന്റെ സുവിശേഷം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച്. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. അങ്ങനെ പറഞ്ഞ പത്രോസിനെ ഈശോ വിളിച്ചത്, പത്രോസേ നീ പാറയാണ്, ആ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയും. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു സഹനങ്ങളിലൂടെ കടന്നു പോകുമെന്നും കുരിശുകൾ ചുമക്കേണ്ടി വരുമെന്നും മരിക്കുമെന്നും ഉയർക്കുമെന്നും ഒക്കെ പറയുന്ന പീഡാനുഭവത്തിന്റെ 1-ാമത്തെ പ്രവചനം ക്രിസ്തു നടത്തപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ പത്രോസിനെ കർത്താവ് വിളിച്ചത് സാത്താനെ എന്നാണ്. പാറ എന്ന് വിളിച്ച പത്രോസിനെ ഇന്ന് കർത്താവ് വിളിക്കുന്നത് സാത്താനെ എന്നാണ്. എന്തുകൊണ്ട് കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസിനെ സാത്താനെ എന്ന് വിളിച്ചു എന്ന് ചോദിച്ചാൽ, പത്രോസിന് ആവശ്യം കുരിശില്ലാത്ത ക്രിസ്തുവിനെ, സഹനമില്ലാത്ത ക്രിസ്തുവിനെയാണ്. പത്രോസ് ഈശോയുടെ കൂടെ നടക്കുമ്പോൾ അന്തരിൽ കാണുന്നു, ബധിരരെ സുഖപ്പെടുന്നു, ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, ക്രിസ്തുവിനെ എല്ലായിടത്തും സ്വീകാര്യത കിട്ടുന്നു, ക്രിസ്തുവിനെ രാജാവായിട്ട് എല്ലാവരും കാണുന്നു. അങ്ങനെ ഒരു ക്രിസ്തുവിനെയാണ് പത്രോസ് ഇഷ്ടപ്പെട്ടത്. സഹനമില്ലാത്ത കുരിശില്ലാത്ത ക്രിസ്തു. പക്ഷേ സഹനമില്ലാത്ത കുരിശില്ലാത്ത ക്രിസ്തുവിനെയല്ല ക്രിസ്തു ശിഷ്യനായ നിങ്ങൾ അനുഗമിക്കേണ്ടത് എന്നൊരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ ലഭിക്കുക. കുരിശില്ലാത്ത ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അവിടെ പത്രോസിനെ വിളിച്ചതുപോലെ നമ്മളൊക്കെ സാത്താനെ വിളിക്കാനാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കുരിശുള്ള സഹനമുള്ള ക്രിസ്തുവിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, നമ്മൾ അനുഗമിക്കേണ്ടത് എന്നാണ് സുവിശേഷം ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് തുടർന്നുള്ള വചനങ്ങളിൽ ക്രിസ്തു പറയുന്നത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിചയം
കുരിശ്, നിന്റെ സഹനങ്ങളെ എടുത്തുകൊണ്ട് വരാനാണ് ക്രിസ്തു ആവശ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തു ശിഷ്യരായ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായും സഹനങ്ങളെയും കുരിശുകളെയും നമ്മൾ ആഗ്രഹിക്കണം, അതിനെ സ്വീകരിക്കണം, അത് വഹിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സന്ദേശം ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഫോളോ ചെയ്യുക, ഇംഗ്ലീഷ് ഫോളോ ചെയ്യുക എന്ന് നമ്മളൊക്കെ ഒരുപാട് പേരെ ഫോളോ ചെയ്യുന്നത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് പേരുകൾ അനുഗമിക്കുന്നു. ഇങ്ങനെ അനുഗമിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ലഭിക്കുന്നത് ഒരു സന്തോഷമാണ്, അല്ലെങ്കിൽ ആ സന്തോഷത്തിന്റെ പിന്നാലെയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു തന്നെ അനുഗമിക്കാൻ വിളിക്കുമ്പോൾ അപ്രകാരം ഒരു അനുകരണമല്ല ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കുരിശിന്റെ വഴിയെ നടക്കാനാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത്. കുരിശ് എടുത്തുകൊണ്ട് നടക്കാനാണ് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന കുറച്ച് പദ്ധതിയുണ്ട്. അത് ഇപ്രകാരമാണ്: കുരിശ് 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 തൂക്കാൻ ഞാനുണ്ട്, പക്ഷെ കുരിശ് തൂക്കാൻ ഞാനുണ്ട്. നമുക്കിഷ്ടമാണ് കയ്യിൽ കുരിശ് പച്ച കുത്തിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമാണ്, കഴുത്തിൽ കുരിശ് തൂക്കിക്കൊണ്ട് നടക്കാൻ നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ വീടിന്റെ പണിക്കിൽ ഇങ്ങനെ കുരിശ് സ്ഥാപിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ആ കുരിശ് കയറാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കുരിശിൽ തൂക്കുക, കുരിശിൽ കയറുക, സഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി മാറാൻ ആഗ്രഹിച്ച നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടത് ജീവിതത്തിലെ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ്, കുരിശുകളെ ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് ഇന്ന് മുതൽ സഹനങ്ങളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട സ്വീകരിക്കാൻ പരിശ്രമിക്കാം. രണ്ടാമതായി വചനം പറയുന്ന ഒരു ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവിനെ ഇഷ്ടപ്പെടുത്തിയ അവരെന്ത് പ്രയോജനം? ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും സ്വന്തം ആത്മാവ് പോയതുകൊണ്ട് അതിനൊരു പ്രയോജനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെൻസിൽ നിർമ്മാതാവ് പെൻസിലിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: എന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എൻ്റെ അർത്ഥം ഉള്ളിലാണ്, അത് നിങ്ങൾ ഇഷ്ടപ്പെടുത്തുന്നത്. സ്നേഹത്തോടെ നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവിനെ നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്താനാണ് സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ചിന്തന നടത്താം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ചില സുഖങ്ങളിലൂടെയുള്ള യാത്രകൾ, ചില തിന്മകൾ, ചില പോരായ്മകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് നടക്കാനുള്ള സുവിശേഷത്തിന്റെ ആഹ്വാനം സ്വീകരിക്കാൻ അച്ഛൻ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. കുരിശില്ലാത്ത ക്രിസ്തുവിനെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, കുരിശുള്ള സഹനമുള്ള ക്രിസ്തുവിനെയാണ് സ്നേഹിക്കേണ്ടത്. അങ്ങനെയുള്ള ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. അങ്ങനെയുള്ള ക്രിസ്തുവിനെയാണ് നമ്മളൊക്കെ അനുഗമിക്കേണ്ടത്. അങ്ങനെയൊരു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കുരിശ് തൂക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല, കയ്യിൽ കുരിശ് പച്ച കുത്തുന്നത് പോലെ എളുപ്പമല്ല. അത് കുരിശിൽ കയറുന്ന അനുഭവം തന്നെയാണ്, അത് സഹനം തന്നെയാണ്. ആ സഹനത്തെ നമുക്ക് സ്വീകരിക്കാം. രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മാവ്. ആ ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ, ആ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അതിനെ നമുക്ക് തിരിച്ചറിയാം. ആ പോരായ്മകൾ നിന്ന് തിരിച്ച് നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കൃപയ്ക്ക് വേണ്ടി ഇതിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസം നമുക്കൊന്ന് ചേർന്ന് പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും
എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവരുമായ യേശു ക്രിസ്തുവിനും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിൽ സൃഷ്ടിക്കപ്പെടാത്തത് പിതാവുമായി സത്യലേഖനമായ അവിടെ നിന്ന് സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വർത്തമാനത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയും കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനെന്ന് പുറപ്പെടുന്നു. പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാർ സംസാരിച്ചവരാണ്. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മനുഷ്യരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രമിക്കാൻ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ ജോസഫിനാണ് എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് പരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഏവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാലനമായ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ശബ്ദമായി വളരെ വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങൾ ഓർക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് ആനന്ദത്തിൽ ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രമിക്കുകയും ചെയ്യണം. നിങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ.
സഹോദരനെ, എൻ്റെ നിങ്ങളുടെ സർവശക്തനായ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ അങ്ങേ കടകളിൽ ഈ സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്ക് എപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യണം. അങ്ങനെ ഈ ദിവ്യരക്ഷത്താൽ അനുഷ്ഠിക്കുന്നത് അങ്ങേ ശക്തിയാൽ നിറവേറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടേ. കർത്താവ് നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടുകൂടി ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിക്കണം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങൾക്ക് അവൻ അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങയുടെ വിസ്മരണീയമായ പ്രവൃത്തികൾ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്തു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആരംഭിക്കുന്നു. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിം വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, തിരുനാമത്തിൽ വരുവോരേക്കും ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞക്കണം പോലെ ഈ കാഴ്ചകളിൽ പവിത്രമാണ്. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാണ്. സ്വമനസ്ഥാനെ പീഡകൾ സഹിച്ചു അപ്പോഴത്തെ കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിച്ചു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട്
വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ കരുണയെ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർത്തലിലേക്ക് വരുന്നു. ആദ്യമായി കർത്താവേ, അവിടുത്തെ മരണം ഉയർത്തും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നത് അങ്ങ് പരിചരിക്കുന്നതിന് അവരാണ് തിരുത്തലിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും പങ്കുചേരുന്നതിന് പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു വരുന്ന ഈ സഭയെ ഓർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രഘുനാഥനായ ജോസഫ് ക്രാമത്തോടും വൈദിക ഗണത്തോടും സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുന്നു. അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അകന്യകയുടെ ഭർത്താവായ വാഗ്ദത്ത യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായ ദിവ്യോപദേശത്താൽ നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരട്ടെ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. അന്നത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കുന്നു. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുത്, തിന്മയിലേക്ക് രക്ഷിക്കണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം പരിപാലനമാണ്. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം എന്റെ സമാധാനത്തോടെ ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ സഭയുടെ വിശ്വാസം തീർക്കൽ പ്രാപ്തം നിത്യജീവനം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നത്. കർത്താവിന്റെ സമാധാനം കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. Lord,
ദൈവത്തിൻ്റെ ലോകത്തിന്റെ പാപങ്ങളിലേക്ക് കുഞ്ഞാടിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കുന്നത് ഇതിന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാനായിട്ട് മാത്രമേ സ്വർഗീയ സഹോദരനെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിന്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാണ്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ടേ. സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ ജനനത്തിനാണ് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത്. അതിനൊരുക്കമായിട്ട് സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസത്തിന് 8 പ്രാർത്ഥന നടത്താൻ കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഇടവകയിൽ ഈ 8 ആചരണം നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ പ്രത്യേകമായ 8 പ്രാർത്ഥന കാർഡ് നമ്മൾ അടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളിലേക്ക് ഈ പ്രാർത്ഥന കാർഡ് എത്തിച്ചിട്ടുണ്ടാകും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ കിട്ടുന്ന സമയത്തല്ല ഈ പ്രാർത്ഥന 15 പ്രാർത്ഥനകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കിട്ടുന്ന സമയത്തല്ല ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് പരിശ്രമിക്കുക. ഒപ്പം തന്നെ ഈ 8 നോമ്പെടുക്കുന്ന ഭക്ഷണം ഉപേക്ഷിക്കണം. പല ഉപേക്ഷിക്കും. മദ്യം, പുകവലി, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള നടന്നതിലൊക്കെ മാറ്റിവെക്കേണ്ടി വരും. ഈ 8 ദിവസമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. 8-ാമത്തെ ദിവസം മാതാവിന്റെ
ചോദിക്കുന്ന 3 യോഗങ്ങൾ ദൈവം സാധിച്ചത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ 8 പ്രാർത്ഥന നിങ്ങൾ നടത്തേണ്ടത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ 8 പ്രാർത്ഥന ചോദിച്ചിട്ട് അവസാനത്തെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ യോഗങ്ങൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. 3 പ്രത്യേക യോഗങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥതയിൽ നിങ്ങൾ ചോദിക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥതയിൽ നമുക്ക് സംഘടിപ്പിക്കാം. നമുക്ക് ജനാധിപത്യ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. അതിനുള്ള വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുന്ന നമ്മുടെ കിട്ടാവുന്നത് അവർക്ക് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും നമുക്ക് ഈ 8 പ്രാർത്ഥന എത്തിച്ചു നൽകുന്നതാണ്. ഇടപാടാകെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് ഈ കാര്യങ്ങളിൽ ഓരോരുത്തരോട് സ്നേഹത്തോടെ കർത്താവ് നിങ്ങളുടെ കൂടെ സർവശക്തനായ ദൈവം പിതാവ് പരിശുദ്ധാത്മാവിന്റെ സമത്വമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യ പൂജ സാധിച്ചു. Nityam